നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. വിഷുദിനമെന്തെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. വിഷുദിനമെന്തെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ശിശുദിനമെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനത്തെ പൂമ്പാട്ടെ നാട്ടുകറങ്ങണ പൂമ്പാട്ടെ. പോയി കാണുന്നു കാണാനായി കൊടുന്നു കോട്ടാനായി ആകാശപ്പിരിഞ്ഞി കൊമിച്ചു പോ. ഏഹേ കണ്ടോ മലഹിര, ഓഹോ കണ്ടോ താഴ്മര, മാമര കണ്ടേ. കൂട്ടുകാരെ, നവംബർ 14 ശിശുദിനം ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ചാച്ചാജിയെ കുറിച്ച് നല്ലൊരു പാട്ട് പാടാം. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ശിശുദിനമെന്നറിയാമോ? चाचाजिയുടെ जन्मदिन. नेहरू चाचा के प्यारे, हम धरती के तारे, हम नहीं बनेंगे आवारा, हम बनेंगे देश दुलारे, हम बनेंगे देश दुलारे. हम नेहरू चाचा के प्यारे, हम धरती के तारे, हम नहीं बनेंगे आवारा, हम बनेंगे देश दुलारे, हम बनेंगे देश दुलारे. पढ़ लिख कर होशियार बनेंगे, करेंगे देश की सेवा. हम पढ़ लिख कर होशियार बनेंगे, करेंगे देश. പേര് മുഹമ്മദ് സയാൻ. ഞാൻ ഇന്നൊരു കൊച്ചൊരു ശിശുദിന പാട്ടാണ് പാടാൻ പോണത്. നമ്മൾ കൊണ്ടൊരു ചാച്ചാജി, നമ്മളിറങ്ങൊരു ചാച്ചാജി, വെള്ളയുടപ്പതുമിട്ടിട്ട് റോസാപ്പൂ വെച്ചിട്ട് ഗാന്ധി തൊപ്പിയുമിട്ടിട്ട് ചുണ്ടിൽ ചിരിയും വിരിച്ചിട്ട് കുട്ടികളായ നമ്മോടല്ല കുശലം പറയും ചാച്ചാജി. നമ്മൾ കൊണ്ടൊരു ചാച്ചാജി, നമ്മ നിറഞ്ഞൊരു ചാച്ചാജി. നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചാണ് നെഹ്റു. കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചാണ് ചാച്ചാജി.
ദിനം നവംബർ മാസം 14 നമ്മൾക്കെല്ലാം പുണ്യദിനം റോസാപ്പൂ കൊണ്ടൊരു ചാച്ചാജി നന്മ നിറഞ്ഞൊരു ചാച്ചാജി വെള്ളയുടുപ്പതുമിട്ടിട്ട് റോസാപ്പൂവും വെച്ചിട്ട് ഗാന്ധിജി തൊപ്പിയുമിട്ടിട്ട് ചുണ്ടിൽ ചിരിയും വിരിച്ചിട്ട്. നവംബർ 14 ശിശുദിനമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് നമുക്ക് ചാച്ചാജിയെ കുറിച്ച് നല്ലൊരു പാട്ട് പാടാം. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ശിശുദിനമെന്നറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം? ശിശുദിനമെന്നറിയാമോ ചാച്ചാജിയുടെ ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂവും ചാച്ചാജി. ശിശുദിനമെന്താണെന്നറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം? കുട്ടികൾക്കെന്നും ചങ്ങാതി, റോസാപ്പൂവിൻ തോയന്താൻ. പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലൊരു നശിച്ച ജോലി എന്റെ പൊന്നു സുഹൃത്തുക്കളെ വെറുത്തുപോകും. എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും. രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ? ചാച്ചാജി നന്മ നിറഞ്ഞൊരു ചാച്ചാജി, വെള്ള ഉടുപ്പും ഇട്ടിട്ട് റോസാപ്പൂവും വെച്ചിട്ട് ഗാന്ധി തൊപ്പിയും ഇട്ടിട്ട് ചുണ്ടിൽ ചിരിയും വിരിച്ചിട്ട്. வாயாடி பெற்ற புல்ல வரப்போற நல்ல போல யாருவ யாருவ கையில சுத்துற காத்தாடி, காத்துல ஆடுது கூத்தாடி, கண்ணுல கலரா கண்ணாடி, கம்புக்கு வந்து நிப்பாய். കൊണ്ടൊരു ചാച്ചാച്ചി നിറഞ്ഞൊരു ചാച്ചാച്ചി, ഉടുപ്പും ഇട്ടിട്ട് റോസാപ്പൂവും വെച്ചിട്ട് ഗാന്ധിയും തൊപ്പിയും ഇട്ടിട്ട് ചിരിയെ വിളിച്ചിട്ട് കുട്ടികളാണ് നമ്മളുടെ എല്ലാം വിഷയം പറയും ചാച്ചാച്ചി. കൊണ്ടൊരു ചാച്ചാച്ചി നമ്മൾ കൊണ്ടൊരു ചാച്ചാജി, നന്മ നിറഞ്ഞൊരു ചാച്ചാജി, ചുണ്ടിൽ പുഞ്ചിരി തൂകിയിടും നമ്മുടെ സ്വന്തം ചാച്ചാജി. കീശയിൽ റോസാപ്പൂക്കളുമായി പിള്ളേർക്കെല്ലാം ചങ്ങാതി, വെള്ളത്തൊപ്പി ധരിച്ചിട്ട് വെള്ള വസ്ത്രം ധരിച്ചിട്ട് കുട്ടികൾക്കുണ്ടൊരു ചാച്ചാജി. तेरा हंसना बड़ा मनमोहना, तू घर सारे का खिलौना, मुस्कान तेरी अमृत वर्गी, बस हंसती रहा कर लाडो, तू मेरी रौनक से मेरे. ആദ്യം തന്നെ ഞാനൊരു കഥ പറയട്ടെ. ഒരു ദിവസം ഒരു ഗ്രാമവാസിയായ പെൺകുട്ടി ഒരു നേതാവിനെ കാണാനായി പോയി. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു റോസാപ്പൂവും ഉണ്ടായിരുന്നു. ആ റോസാപ്പൂ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് കുപ്പായത്തിന്റെ ഒരു സൈഡിൽ കുത്തിവെച്ചു.
അദ്ദേഹത്തിന്റെ അടയാളമായി ആ റോസാപ്പൂ മാറി. കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം, ജവഹർലാൽ നെഹ്റു. കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ചാച്ചാജി. നിങ്ങൾ 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ വൃക്ഷം നടുക. നിങ്ങൾ ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നന്നായി വളർത്തുക. നവംബർ 14 ശിശുദിനം. ഞാനൊരു ശിശുദിന ഗാനം കൂടെ ചൊല്ലട്ടെ. ഭാരത മണ്ണിൻ നേതാവായൊരു ധീരൻ നമ്മുടെ ചാച്ചാജി, നാടിനു മോചനമെന്നെന്നും നേടിയെടുക്കാൻ പണി ചെയ്തോർ, കുഞ്ഞുങ്ങൾക്കൊരു കൂട്ടായി എന്നും വാണൊരു ജവഹർലാൽ. ഇന്ന് നവംബർ 14 ചാച്ചാജിയുടെ പിറന്നാൾ. ചാച്ചാജി നമ്മൾ കൊണ്ടൊരു ചാച്ചാജി, നന്മ നിറഞ്ഞൊരു ചാച്ചാജി, വെള്ളയുടുപ്പും ഇട്ടിട്ട് റോസാപ്പൂവും വെച്ചിട്ട് ഗാന്ധി തൊപ്പിയും ഇട്ടിട്ട് ചുണ്ടിൽ പുഞ്ചിരി വിരിച്ചിട്ട് കുട്ടികളാവും നമ്മോടെല്ലാം കുശലം പറയും ചാച്ചാജി. Everyone, my name is Neba Fatima. Today is 14th November. We are celebrating Children's Day. I wish you all a very happy Children's Day. Today is the birth anniversary of Pandit Jawaharlal Nehru. He was the first Prime Minister of India. Here എല്ലാവർക്കും നമസ്കാരം. 1889 നവംബർ 14 അലഹബാദിൽ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകൻ ജവഹർലാൽ നെഹ്റു ജനിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് കുറച്ചൊരു പാട്ട് പാടാൻ പോകുന്നു. ഭാരത മണ്ണിൽ നേതാവായൊരു ധീരൻ നമ്മുടെ ചാച്ചാജി, നാടിന് മോചനമെന്നെന്നും നേടിയെടുക്കാൻ പണി ചെയ്തു, കുഞ്ഞുങ്ങൾക്കൊരു കൂട്ടായി എന്നും വാണൊരു ജവഹർലാൽ, കുപ്പായത്തിൽ റോസാപ്പൂ ചൂണ്ടി നടന്നൊരു ചാച്ചാജി. हमारे प्यारे चाचा തെരുവിൽ തല്ലുന്നു. അതൊന്ന് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതൊന്ന് യുപിയിലല്ലേ? പോലീസ് മർദ്ദനമേറ്റി കസ്റ്റഡിയിൽ വെച്ച് 2 പേർ കൊല്ലപ്പെടുന്നു. അതൊന്ന് തൂത്തുക്കുടിയിലല്ലേ? വിഷപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരാദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു. അതിന് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ
പോയി. നങ്കിയ? ആ നങ്കി കൊരങ്ങൻ. അത് മങ്കി, നങ്കിയല്ല. ഒരു ചെറിയ വ്യത്യാസല്ലേ ഉള്ളപ്പേ. ആ ടീച്ചർക്ക് അത് ക്ഷമിച്ചൂടെ? ഞാൻ ഒരു ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ ക്ഷമിക്കാൻ പോയാലേ നീ എഴുന്നൊക്കെ ശരിയിട്ടേണ്ടി വരും. ആ അപ്പേ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ ഞാൻ 2 സ്വപ്നം കണ്ടപ്പേ. ഒരെണ്ണത്തില് അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പേപ്പർ വായിക്കണ്. സ്വർഗത്തില്? അടിപൊളി. ഞാൻ ചിരിച്ച് മണ്ണ് തപ്പി ഇരിപ്പ് കാണണം. എന്നിട്ട് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഇത് സ്വപ്നാണത്. സ്വർഗത്തിലൊന്നും അപ്പ എന്തായാലും പോവില്ല. എന്തടി എനിക്ക് സ്വർഗത്തിൽ പോയാലേ? അതെ, ഇത് സിൽവർ തിയേറ്റർ അല്ല, ടിക്കറ്റ് എടുത്ത് കയറി പോവാൻ. അതിന് കുറെ കാര്യങ്ങളുണ്ട് പോനെ. എന്നാലേ അവിടെ എത്തൂ. നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു നെഹ്റു. കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹം എഴുത്തുകാരനും പ്രസംഗകനും നേതാവുമായിരുന്നു. നവഭാരത ശില്പി എന്നറിയപ്പെടുന്നു. കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ ശിശുദിനം കാരണമാകട്ടെ. ഏവർക്കും ശിശുദിന ആശംസകൾ. താങ്ക് യു. ജോലി കിട്ടിയാൽ എത്ര ശമ്പളം? നല്ല ശമ്പളം കിട്ടിയാൽ കൊല്ലും. 2 ഫയല് എടി, നിന്റെ 2 ഫയൽ ഉണ്ടായിരുന്ന എടി? എനിക്ക് ഒരെണ്ണം തരുമോടി? അയ്യോടി, ഇതെന്റെ ചേച്ചി എന്ന ഫയലാടി. ചേച്ചി എന്ന ഫയൽ ഞാൻ ആർക്കും കൊടുക്കത്തില്ലടി. ആ സാരമില്ല, കുഴപ്പമില്ല. ശ്രീലക്ഷ്മി, ഇത് പാർവതിയുടെ കയ്യിലുള്ള ഫയലല്ലേ? ആ ആണ്, പാർവതി എനിക്ക് തന്നതാ. നിനക്കവള് തന്നാ? ആ പ്രോജക്റ്റ് ഒക്കെ ഞാൻ ഫയൽ എടുത്തില്ലായിരുന്നു. നിന്റെ അടുത്ത് ഞാൻ ആദ്യമേ ചോദിച്ചില്ലേടി എനിക്ക് ആ ഫയൽ വരുമെന്ന്. അത് പിന്നെ അവള് നമ്മുടെ ക്ലാസ്സിലെ പഠിക്കുകയല്ലേടി, അതുകൊണ്ട് ചോദിച്ചുകൊണ്ടാൻ കൊടുത്തതാ. Good morning to everyone. My name is Afla Fatima. I'm from 5th standard. A very happy Children's Day to everyone. We celebrate Children's Day on November 14th every year. It is the birthday of Pandit Jawaharlal Nehru. Nehru was also called Chacha Nehru by kids. He was a great leader and first Prime Minister of India. He loved children a lot. This day reminds the children are the future of the nation. Children's Day is very special to all children. Thank you. നവംബർ 14 സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. എഴുത്തുകാരനും പ്രഭാഷകനും രാഷ്ട്രീയ ചിന്തകനുമായ അദ്ദേഹം കുട്ടികളുമായി സംവദിക്കാനും അവരുമായി ഇടപഴകുവാനും സമയം കണ്ടെത്തിയിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചു. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യ എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തോടുള്ള ആദരസൂചകമായ അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു. വായാടി പച്ച പുല്ല വരപ്പോറ നല്ല പോലെ യാരിവ